നോമിനേഷൻ കൊടുക്കുന്നതിന് മുൻപ് ആദരണീയനായ തച്ചടി അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ വന്ന് ആദരവർപ്പിക്കുക എന്നത് എൻ്റെ കടമയാണ്, ഐക്യജനാധിപത്യ മുന്നണിയുടെ കടമയാണ്. ജാലകം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ എന്നോട് ചോദിച്ചത് കായംകുളം നിയോജക മണ്ഡലത്തെക്കുറിച്ചാണ്. കായംകുളം നിയോജക മണ്ഡലം ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണി സുനിശ്ചിതമായി വിജയിക്കും. അത്തരമൊരു ധാരണയ്ക്ക് അങ്ങനെ എനിക്ക് തോന്നുവാനുള്ള കാരണം ഈ നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്ന വികസന പിന്നോക്കാവസ്ഥയും ഈ നിയോജക മണ്ഡലത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താതുള്ള ജനപ്രതിനിധിയുടെ നിലപാടുകളുമാണ്. കഴിഞ്ഞ 20 വർഷക്കാലമായി കായംകുളം നിയോജക മണ്ഡലം വിജയിക്കുന്നത് ഇടതുപക്ഷ MLA-മാരാണ്. അതിൽ തന്നെ കഴിഞ്ഞ 10 വർഷക്കാലം LDF MLA ഉണ്ടായിരുന്നു, LDF-ന് ഭരണവും ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരു ഭരണപക്ഷ MLA ആയി കഴിഞ്ഞ 10 വർഷം ഒരിടത്തിരിക്കുമ്പോൾ മികച്ച പ്രവർത്തനം നടത്തേണ്ടത് ആവശ്യമാണ്. ഒരു ജനപ്രതിനിധിയെ അല്ലെങ്കിൽ ഒരു 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 നിയോജകമണ്ഡലത്തിലെ പ്രവർത്തനം മികച്ചതാവുന്നത് ഒന്ന് വികസന പ്രവർത്തനങ്ങൾ, ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമാകുന്ന വികസന പ്രവർത്തനങ്ങൾ നടത്തുക. അതോടൊപ്പം ആ നിയോജകമണ്ഡലത്തിന്റെ ഭാവിയെ മുൻനിർത്തി അവിടുത്തെ യുവത, അവിടുത്തെ ജനത അവരുടെ ഭാവിയെ മുൻനിർത്തിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുക. 2, ജനങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും ഉണ്ടാകുന്ന സാമീപ്യം. ഒരു ഫോൺ കോളിനപ്പുറത്ത് ജനങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ അവരുടെ ഹൃദയം കൊടുത്തു നിൽത്തുന്ന പ്രവർത്തനം. 3, നിയമസഭയിലെ പെർഫോമൻസ്. ഒരു നിയമസഭാ സാമാജികനോ സാമാജികയായ നിയമസഭയിൽ ചെല്ലുമ്പോൾ നിയമസഭയിൽ നടത്തുന്ന ഇടപെടലുകൾ, ആ ഇടപെടലുകൾ മൂലമുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, ഇതൊക്കെയാണ് ഒരു ജനപ്രതിനിധിയെ മികച്ചതാക്കുന്നത്. ഈ കണക്കെടുത്താൽ കഴിഞ്ഞ 10 വർഷക്കാലം കായംകുളം നിയമസഭാ മണ്ഡലം ഒരു പരാജയമാണ് എന്നുള്ളതാണ് എനിക്ക് ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ നിലവിലുള്ള സ്ഥിതിക്കെതിരായ ജനവികാരം ഉണ്ടാകും. കൂടാതെ എനിക്ക് ഒരു നിയമസഭാ സാമാജികനാകാൻ അവസരം ലഭിക്കണമെന്ന് ഞാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ മുൻപ് മത്സരിച്ചു, എനിക്ക് അവസരം ലഭിച്ചില്ല. ഏറ്റവും ആത്മാർത്ഥമായി കാര്യങ്ങൾ പഠിച്ച് ഒരു നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാൻ ഒരു അവസരം നൽകണമെന്ന് എൻ്റെ അഭ്യർത്ഥന ഇത്തവണ കായംകുളത്തെ ജനത സ്വീകരിക്കുമെന്ന് ഉറച്ച പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് വിജയിക്കും. എൻ്റെ മണ്ഡലം എന്ന പരിപാടിക്ക് എല്ലാ ആശംസകളും.